ഒരു ഭാഗ്യവാനെ നിങ്ങൾ കടലിലേക്ക് എറിഞ്ഞു നോക്കൂ, അയാൾ ചുണ്ടിൽ ഒരു മത്സ്യവുമായിട്ട് കയറി വരും എന്ന അർത്ഥത്തിൽ അറബിയിൽ ഒരു പഴമൊഴിയുണ്ട്. ഞാൻ പണ്ട് എവിടെയോ കേട്ട് മറന്നതാണ്. ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ, പൊന്നാനി മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീറിൻ്റെ കാര്യം ഓർത്തതുകൊണ്ടാണ്. ഈ സക്കീർ എന്ന് പറഞ്ഞ ആൾ CPMൻ്റെ ഒരു പ്രാദേശിക നേതാവൊന്നുമല്ല. SFIയിലും തുടർന്ന് DYFIയിലും അത് കഴിഞ്ഞ് പാർട്ടിയിലും പ്രവർത്തിച്ച് ആ വെയിൽ കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് അല്ലെങ്കിൽ പട്ടിണി കിടന്ന് കട്ടൻ ചായ കുടിച്ച് പരിപ്പോട കഴിച്ച് പാർട്ടിയിൽ ഉയർന്നു വന്ന ഒരാളല്ല. പാർട്ടിയുടെ ബുദ്ധിജീവി വിഭാഗത്തിൽ പോലും അദ്ദേഹം പ്രവർത്തിച്ചായിട്ട് നമുക്കറിയില്ല. അദ്ദേഹം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ഏതെങ്കിലും കമ്മിറ്റിയിലുണ്ടായിരുന്നു എന്നും എനിക്കറിയില്ല. അദ്ദേഹം ചാവക്കാട്ടുകാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, സഖാവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഉടനെ 2016 പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്നതുകൊണ്ടാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ മെമ്പർമാരായിട്ട് വരുന്ന ആളുകളെല്ലാവരും തന്നെ പാർട്ടിക്കാരായിരിക്കണമെന്നില്ല. പാർട്ടിയുടെ അനുഭാവികളോ അല്ലെങ്കിൽ സർവീസ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോ മറ്റു തരത്തിൽ വല്ല സമുദായ പ്രമാണിമാരുടെ നോമിനികളൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇദ്ദേഹം PSC മെമ്പറായിട്ട് വന്നു. അന്ന് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് PSC ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ച ഉടനെ സർക്കാർ ഈ അഡ്വക്കേറ്റ് MK സക്കീറിനെ PSC ചെയർമാനായിട്ട് നിയമിച്ചു. അപ്പോൾ നമുക്ക് ചെറിയൊരു അതിശയം തോന്നി. PSCയിൽ സാക്ഷാൽ മാർക്സിസ്റ്റുകാരായിട്ടുള്ള ഒരുപാട് മെമ്പർമാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചെയർമാനാക്കിയത്? പിണറായി സഖാവിന് എന്തെങ്കിലും താല്പര്യമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിൻ്റെ ബന്ധുവായിരിക്കും, ഏതെങ്കിലും നേതാവിൻ്റെ മകളെ കെട്ടിയവനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് മനസ്സിലായി പുള്ളിക്ക് ആരെങ്കിലും യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. പിണറായി വിജയൻ ഇദ്ദേഹത്തെ വളരെ ബോധിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ PSC ചെയർമാനാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും നമ്മൾ വിചാരിച്ചു ഒരു അഡ്വക്കേറ്റല്ലേ, അത്യാവശ്യം എഴുത്തും വായന ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളായിരിക്കും, അതുകൊണ്ട് ഈ പാർട്ടിയിൽ ഇങ്ങനെയുള്ള ആളുകൾ കുറവായതുകൊണ്ട് പുള്ളി ചെയർമാനാകട്ടെ എന്ന് ബഹുമാനപ്പെട്ട പിണറായി സഖാവ് വിചാരിച്ചായിരിക്കും. കഴിവിനുള്ള ഒരു അംഗീകാരമായിരിക്കും എന്നൊക്കെ കരുതി സമാധാനിച്ചു. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, വേറെ PSC ചെയർമാൻ വന്നു, സ്വാഭാവികം. പക്ഷേ ഉടനെ തന്നെ ഈ സക്കീർ എന്ന് പറഞ്ഞ ആളെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് വെച്ചു. അവിടെ വെക്കുന്നത് സാധാരണഗതിയിൽ മുസ്ലിം മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതുപോലെ ഈമാനുള്ള മറ്റാൾക്കാരെയൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ട് സക്കീർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം PSC മെമ്പറായിരുന്ന ആളാണ്, വഖഫ് ബോർഡിൽ നടക്കുന്ന അഴിമതികൾ തടയാൻ വേണ്ടിയിട്ടായിരിക്കും, പിന്നെ വക്കീൽ ഭാഗം പാസ്സായിട്ടുള്ള ആളായതുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനും തടയാനും ഒക്കെയുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ആളാണ് എന്ന് സഖാവിന് തോന്നിയിട്ടായിരിക്കും എന്നാണ്. അത് കഴിഞ്ഞ് വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞ് പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡ് വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സമീപകാലത്താണ്, ഒരു മാസം പോലും ആയിട്ടില്ല. ഒരു മാസത്തിന് മുമ്പ്, അതിന് ഒരു മാസത്തിനുള്ളിൽ ഇദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനായിട്ട് പുനർനിയമിതനായി. ഈ പുതിയ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോൾ സക്കീറിനെ തന്നെ വീണ്ടും ചെയർമാനായിട്ട് നിയമിച്ചു. പിന്നെ നമ്മുടെ ഡബിളെ റഹീം MP ഒക്കെ ഉണ്ടോ, അതുപോട്ടെ. ഏതായാലും ഇദ്ദേഹം വീണ്ടും PSC ചെയർമാനായിരിക്കുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് സക്കീർ, ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സഖാവായിട്ട് അറിയപ്പെട്ടിരുന്നില്ല, പെട്ടെന്ന് അദ്ദേഹം സഖാവായിട്ട് മാറുന്നു. അദ്ദേഹത്തെ പൊന്നാനി സീറ്റിലേക്ക് നാമനിർദ്ദേശിച്ചു. പൊന്നാനി എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാവുന്ന ഒരേ ഒരു മണ്ഡലമാണ്. താരൂർ അബ്ദുറഹിമാനെ നിർത്തി ജയിപ്പിക്കുന്ന പോലെയോ, നിലമ്പൂർ നമ്മുടെ PV അൻവറിനെ നിർത്തി ജയിപ്പിച്ച പോലെയോ, അതുമല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ ഒരു തവണ ഒരു ലക്കിന് ശശികുമാർ ജയിച്ച പോലെയോ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് സ്വതന്ത്രനായിരുന്ന കാലത്ത് മഞ്ഞളാംകുഴി അലി ജയിച്ചിരുന്ന പോലെയോ ചില ആളുകളെ ജയിപ്പിക്കാം. പക്ഷേ ഇളക്കിയാൽ ഇളകാത്ത ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയേ ഉള്ളൂ, ഒരു മാർക്സിസ്റ്റ് കോട്ടയേ ഉള്ളൂ, അത് പൊന്നാനിയാണ്. ഈ 16 മണ്ഡലങ്ങളിൽ ഒരേ ഒരു പൊന്നാനി മാത്രമാണ്. അവിടേക്കാണ് ഈ സഖാവിനെ അയച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെയായിരിക്കും പൊന്നാനിയിൽ മത്സരിക്കാൻ അറിവും പരിചയവും പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള സഖാക്കൾ ആരും ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെയല്ല, പൊന്നാനിയെ നേരത്തെ പ്രതിനിധീകരിച്ചത് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ്. അദ്ദേഹത്തിന് പ്രായാധിക്യമോ അനാരോഗ്യമൊക്കെ വന്നപ്പോൾ ആ സ്ഥാനത്ത് ശ്രീരാമകൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം 2 തവണ ജയിച്ചു. രണ്ടാമത്തെ തവണ സ്പീക്കർ പോയി. പിന്നെ ശ്രീരാമൻ 2 തവണയായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയപ്പോഴാണ് സഖാവ് നന്ദകുമാറിനെ കൊണ്ടുവന്നത്. P. നന്ദകുമാർ എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന വളരെ ത്യാഗനിർഭരമായ ജീവിതം നയിച്ച, ലളിത ജീവിതം നയിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട
ഒരു സഖാവാണ്. അദ്ദേഹം ഒരു ടേമായിട്ടുള്ളൂ. 2 ടേം കൊടുക്കുക എന്നുള്ളതാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ നടപടി. നന്ദകുമാറിന് പറഞ്ഞു, സഖാബ് ഒരു ടേം കൂടുതൽ ഞങ്ങൾക്ക് മതിയായി, ഇനി വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് നന്ദകുമാറിനെ ഒഴിവാക്കുകയാണ്. പാർട്ടിക്ക് അങ്ങനെ ചെയ്യാം. പണ്ട് അരുണം മാഷിനെ ഇതുപോലെ ഒഴിവാക്കിയിട്ടാണല്ലോ ബിന്ദു ടീച്ചർക്ക് ഇരിങ്ങാലക്കുട സീറ്റ് മേടിച്ചു കൊടുത്തത്. അതുപോലെ VKC മുഹമ്മദ് കോയ ഒരു ടേം തീർന്നപ്പോഴാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് മുഖ്യമന്ത്രി സ്വന്തം മരുമോനെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടി, സ്വന്തക്കാരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഉറച്ച സീറ്റുകളിൽ ഇങ്ങനെ വരുന്ന ചില പാവങ്ങളെ നീക്കം ചെയ്യാറ് പതിവുണ്ട്. അങ്ങനെ നന്ദകുമാർ സഖാവിൻ്റെ ഒറ്റ ടൈം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രാതിനിധ്യം അവസാനിക്കുകയാണ്. അപ്പോഴും നമ്മൾ വിചാരിച്ചു CPMന് എന്തുമാത്രം നേതാക്കന്മാരുള്ള സ്ഥലമാണ്, ഉഷാറായിട്ടുള്ള പ്രവർത്തകർ എത്ര പേരുണ്ട്. കഴിഞ്ഞ തവണ തന്നെ സീറ്റിന് വേണ്ടി ശക്തമായിട്ട് ശ്രമിച്ച, അതിനുവേണ്ടി അവിടെ പ്രകടനം വരെ നടത്തിയ ഒരു സിദ്ദിഖുണ്ട്, TM സിദ്ദിഖ്. ആ സഖാവിന് സീറ്റ് കിട്ടും എന്ന് പലരും വിചാരിച്ചു. പക്ഷേ ആ സഖാവിന് കൊടുത്തില്ല. പിന്നെ ഖലീമുദ്ദീൻ എന്ന് പറഞ്ഞ വേറൊരു സഖാവുണ്ട്, സിദ്ദിഖ് അല്ലെങ്കിൽ പിന്നെ ഖലീമുദ്ദീൻ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇല്ല, ഖലീമുദ്ദീന് സീറ്റില്ല. സീറ്റ് ആർക്കാണ്? അപ്പോൾ പലരും പറഞ്ഞു സഖാവ് M സ്വരാജ് പൊന്നാനിയിൽ മത്സരിച്ചാൽ അത് മലപ്പുറം ജില്ലയിലെ എമ്പാടും CPMകാർക്ക് വലിയ ഉത്തേജനമാവും. പിണറായി പറഞ്ഞാൽ അത്ര വലിയ ഉത്തേജനമൊന്നും വേണ്ട, ഉള്ള ഉത്തേജനമൊക്കെ മതി. ഈ ഉത്തേജനം പോരെങ്കിൽ വല്ല വയാഗ്ര മേടിച്ച് കഴിച്ചാൽ മതി. അങ്ങനെയാണ് സഖാവ് MK സക്കീർ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. പൊന്നാനിയിലെ പാർട്ടിക്കാരൊക്കെ പ്രതിഷേധത്തിലാണ്, മുഖം നിർമ്മിച്ചിരിക്കുകയാണ്. ചിലരൊക്കെ പ്രമേയം പാസ്സാക്കുന്നുണ്ട്. പ്രതിഷേധ പ്രകടനം തുടങ്ങിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരുപാട് കാലം മെമ്പറായിട്ടും പിന്നീട് ചെയർമാനായിട്ട് PSC സേവിച്ചു. അത് കഴിഞ്ഞ് വഖഫ് ബോർഡിനെ സേവിച്ചു. അതും പോരാതെ ആ പൊന്നാനിയിൽ പാർട്ടിക്കാരെ മുഴുവൻ തട്ടിമാരിക്കൊണ്ട് ഖലീമുദ്ദീനെ, നന്ദകുമാറിനെ, സിദ്ദിഖിനെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇതാ സക്കീർ MLA ആവാൻ വരികയാണ്. പൊന്നാനിയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങൾ അദ്ദേഹത്തെ വിജയത്തിലകം അണിയിച്ച് നിയമസഭയിലേക്ക് അയക്കൂ, ബാക്കി കാര്യങ്ങൾ പുള്ളി പിണറായി സഖാവ് കൂടി ശരിയാക്കി തരും. അപ്പോൾ സക്കീർ സഖാവിന് അഭിവാദ്യങ്ങൾ നേരുന്നു, സഖാവിന് വിജയാശംസകൾ നേരുന്നു. ലാൽ സലാം.